മസ്ഊദ് സഖാഫി അല്ലാഹുവേ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. കേവലം 41 വയസ്സ് മാത്രം ഈ ദുനിയാവിൽ ജീവിക്കാൻ അല്ലാഹു അവസരം നൽകിയ നല്ലൊരു പണ്ഡിതനാണ്. ഇന്നലെ മഹാനായ ഉസ്താദിന്റെ ജനാസ കാണാൻ ചെന്നിട്ട് ആ പൂമുഖത്തൊരു ചുംബനം വെച്ചിട്ട് അവിടുന്ന് പിരിയാൻ നേരത്തെ മുഖത്തേക്ക് നോക്കുമ്പോ എന്തൊരു അന്തസ്സോടെയുള്ള കടുത്തമാണെന്നറിയോ, എന്തൊരു പുഞ്ചിരിയോടെയുള്ള കടുത്തമാണെന്നറിയോ. അല്ലാഹുവേ ഞങ്ങൾക്കും അതുപോലെ നല്ല പുഞ്ചിരിയോടെ ആളുകൾ കൊതിച്ചു പോകുന്ന കോലത്തില് ഒന്ന് കിടക്കാനുള്ള അവസരം നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ എപ്പോഴും ബഹുവന്യരായ ശൈഖുന ചെറിയ ഉസ്താദ് മസ്ഊദ് സഖാഫിയുടെ ഉസ്താദാണ്. ആ ഉസ്താദിനോട് എല്ലാത്തിലും പിന്തുടർന്ന ശിഷ്യനാണ് മസ്ഊദ് സഖാഫി എന്ന് തോന്നുകയാണ്. ചെറിയ ഉസ്താദ് വഅദ് പറയുമ്പോ മുഖത്ത് വല്ലാത്തൊരു പുഞ്ചിരിയാണല്ലോ. അതേ പുഞ്ചിരിയാണ് മസ്ഊദ് സഖാഫിയുടെ മുഖത്ത് നമ്മൾ കണ്ടത്. അതുപോലെ ചെറിയ ഉസ്താദിൽ ഒരു ആത്മീയ ഉപദേശം കേൾക്കുമ്പോ ഖൽബ് പൊട്ടാത്ത ആളുകളില്ലല്ലോ. അതുപോലെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന ഉപദേശം നടത്തിയ ഉസ്താദാണ് ബഹുമാനപ്പെട്ട മസ്ഊദ് സഖാഫി. നാട്യങ്ങളില്ലാത്ത, കാട്ടിക്കൂട്ടുകളില്ലാത്ത, കോപ്പരാട്ടിത്തരങ്ങളില്ലാത്ത ജീവിതത്തിന്റെ ഉടമയാണ് മഹാനായ ചെറിയ ഉസ്താദ്. അതുപോലെ മഹാനായ മസ്ഊദ് സഖാഫിയെ നോക്കിയാൽ അവിടെ നാട്യങ്ങളില്ല, പ്രകടനപരതയില്ല. സുബ്ഹാനല്ലാഹ്, നല്ലൊരു മനുഷ്യനായി പണ്ഡിതനായി നമ്മളുടെ മുന്നിൽ ജീവിച്ചു. പോരാ വഫാത്തിന്റെ വേള പോലും നിങ്ങളൊന്ന് നോക്കൂ. ചെറിയ ഉസ്താദിന്റെ വഫാത്തിന്റെ വിവരം വന്നത് ഒരു നേരം പുലരുമ്പോഴാണ്. പെട്ടെന്നുള്ള വാർത്തയാണ്, അപ്രതീക്ഷിതമായി കേട്ടതാണ്. കേട്ടവരൊക്കെ നടുങ്ങിപ്പോയതാണ്. ഇതുപോലെ മസ്ഊദ് സഖാഫി തലേ ദിവസം അതാ ജന്മനാട്ടില് ഗൂഡല്ലൂരിനടുത്ത് ദേവർശോലയില് നല്ല ഉപദേശം നടത്തി. കുടുംബക്കാരോട് എല്ലാ നിലക്കും പരിചയം പുതുക്കിയിട്ട് 4 മണിക്കൊന്ന് വന്ന് കിടന്നുറങ്ങിയിട്ട് സുബ്ഹാനല്ലാഹ് 1.5 മണിക്കൂറങ്ങ് ഉറങ്ങിയിട്ട് സുബഹി നിസ്കരിക്കാൻ എഴുന്നേറ്റ് ക്ഷീണം തോന്നി കിടന്ന് അവിടുന്ന് വഫാത്താകുന്നു. വാർത്ത കേട്ടപ്പോ ഞെട്ടിപ്പോകാത്ത ആളുകളുണ്ടോ? വാർത്ത കേട്ടപ്പോ ഖൽബ് പടയാത്ത ആളുകളുണ്ടോ? ഇന്നലെ ഉസ്താദ് അവരുടെ വീട്ടിലേക്ക് ചെന്നപ്പോ തലേ ദിവസം പോലും വയലിന് പോകാൻ ഉപയോഗിച്ച വാഹനം അവിടെയുണ്ട്. ആ വാഹനത്തിന്റെ പിൻഭാഗത്തുള്ള ഗ്ലാസിന്റെ മുകളില് അവിടുത്തെ മക്കളാണോ എഴുതിയത് എന്ന് അറിയില്ല. ആ പൊടി പിടിച്ച ഗ്ലാസിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഉപ്പച്ചി മരിച്ചു എന്ന്. മക്കൾ എഴുതിയതാവാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു. ഉപ്പച്ചി മരിച്ചു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, എല്ലാ വിഷയത്തിലും ഉസ്താദിനോട് പിന്തുടർന്ന് വഫാത്ത് പോലും ഉസ്താദിന്റെ പോലെ അങ്ങ് പോയിട്ട് നമ്മളെ കൊതിപ്പിച്ച മഹാനാ മസ്ഊദ് സഖാഫി ഉസ്താദ്. അല്ലാഹുവേ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഇന്നലെയും കാസർഗോഡ് ജില്ലയിൽ വയലേറ്റിട്ടുണ്ട്. ഇന്ന് മംഗലാപുരത്ത് വയല് പറയാൻ ഏറ്റ ദിവസമാണ്. പക്ഷേ
ഇന്ന് ഖബറിലുള്ള രാത്രിയാണ്. ആദ്യത്തെ 3 രാത്രികൾ വല്ലാത്ത രാത്രിയാണ്. പക്ഷേ മസ്ഊദ് സഖാഫിയെ സംബന്ധിച്ചിടത്തോളം ഹാഫിളാണല്ലോ, ആലിമാണല്ലോ, മുദർരിസാണല്ലോ, വായിലാണല്ലോ, ആളുകൾക്കിടയിൽ സൽ സ്വഭാവത്തോടെ ജീവിച്ച മഹാനാ. 4 ആളുകൾ സ്വർഗം കൊതിക്കുമെന്ന് മുത്തുനബി പറഞ്ഞപ്പോ അതിൽ ഒരാളെ പറഞ്ഞത് താലിൽ ഖുർആൻ പഠിച്ച് പാരായണം ചെയ്യുന്ന ആളുകളെ സ്വർഗം കൊതിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മസ്ഊദ് സഖാഫിയുടെ ഇന്നലത്തെ കിടത്തം കണ്ടപ്പോ സ്വർഗം കണ്ട് കിടക്കുന്നത് പോലെ തോന്നിപ്പോവാൻ. അല്ലാഹുവേ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കും അതുപോലെ മയ്യത്ത് കാണുന്ന ആളുകൾക്ക് മുഴുവനും ഇതെന്തൊരന്തസ്സുള്ള കിടത്തമാണല്ലാ എന്ന് പറയാൻ പറ്റുന്ന കോലത്തിൽ അല്ലാഹുവേ ചിരിച്ചുകൊണ്ട് കിടക്കാൻ ഞങ്ങൾക്കും തൗഫീക്ക് നൽകണേ അല്ലാ. ഖുർആനുമായി ജീവിച്ചു മസ്ഊദ് സഖാഫി. ഖുർആനാണ് അവിടുത്തെ ജീവിതം. നിങ്ങൾ ആലോചിച്ചു നോക്ക്, എത്ര ഖുർആൻ പ്രഭാഷണങ്ങൾ മഹാനവറുകൾ നടത്തിയിട്ടുണ്ട്. മജ്ലിസിലുള്ള ഒരാൾ പോലും എഴുന്നേറ്റു പോകില്ല. അത്ര നല്ല ശൈലിയിൽ കാമ്പല്ലാത്ത ഒരു സംസാരമാവ നാവിൽ നിന്ന് വരാറില്ല. വലിയ സൂക്ഷ്മത പുലർത്തിയ നല്ലൊരു യുവ പണ്ഡിതൻ. ഞാൻ ആലോചിക്കുകയാണ്, കുറച്ച് കൊല്ലം മുമ്പ് മംഗലാപുരത്ത് ഒരു വയലും കഴിഞ്ഞ് തിരിച്ചിങ്ങനെ വന്നു. ഇറങ്ങിയ സമയത്ത് ഞാൻ കൊയിലാണ്ടിയിലാണ് ഇറങ്ങിയത്. ട്രെയിനിൽ